എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, 3 സിനിമകളുടെ 3 പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. 1 രായൻ, 2 സെക്കൻഡ് ലുക്ക് പോസ്റ്ററായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ഗുഡ് ബാഡ് അഗ്ലിയുടെ പോസ്റ്റർ. അടുത്തത് കങ്കുവ. ഒന്നെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ശരിയാവില്ലല്ലോ, അതുകൊണ്ടാണ് കുറച്ച് കൂടുതലൊക്കെ എടുത്ത്. പിന്നല്ല അല്ലടാ, എല്ലാ അവസരവും നിനക്ക് തരാം. പണിയെടുക്കുന്നില്ല എന്നുള്ള പരാതി മാറ്റിത്തരാം ഞാൻ. അങ്ങനല്ല കേട്ടോ. എന്തായാലും നമുക്ക് ഗുഡ് ബാഡ് അഗ്ലിയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്ററാണ്. യെസ്, ഇന്നലെ വൈകുന്നേരം മൈത്രി മൂവി മേക്കേഴ്സാണ് പുറത്തുവിട്ടത്. ഇതിൽ പൊങ്കൽ റിലീസാണ് സിനിമ എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പൊങ്കൽ റിലീസ് എന്ന് പറയുമ്പോൾ ജനുവരി 12 ആ ടൈമില്. എന്തായാലും ഈ ലുക്കിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കൊരു പ്രത്യേക സ്വാഗുണ്ട്. പിന്നെ ആളുടെ കോസ്റ്റ്യൂം കണ്ടാൽ അറിയാം ആള് ജയിലിലാണ്. ഇന്ത്യയിലെ ജയിലിലാന്ന് തോന്നുന്നില്ല, പുറത്തേതോ ജയിലിലാണ്. മാത്രമല്ല വളരെ കുറഞ്ഞ ജയിൽ പുള്ളികളുള്ള ഒരു ജയിലാണെന്ന് തോന്നുന്നത്. കാരണം 63 നമ്പർ. 63ാമത്തെ ആൾ മാത്രമാണ് ഇതിൽ അജിത്ത്. അതിനുശേഷം കുറേ ജയിൽ പുള്ളികൾ ഉണ്ടെങ്കിലോ എന്നുള്ള ചോദ്യങ്ങൾക്ക് വരുന്നുണ്ടാവാം. അതിനുള്ള പ്രസക്തി ഇല്ല. ഓട്ടോമാറ്റിക്കലി മനസ്സിൽ വരുന്നുണ്ടാവും ആ ചോദ്യം. നമുക്ക് 63ാമത്തെ ആളാണ്, ലാസ്റ്റത്തെ ആളാണ്. ആദ്യമേ എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ജയിലിൽ ഇപ്പോൾ എടുത്ത് തുടങ്ങിയതാണ്. എന്താണെങ്കിലും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്ന പോലെ തന്നെയാണ്. ചുറ്റും ഗണ്ണുകൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തീയും പുകയൊക്കെ തന്നെയുള്ളൂ. നിറഞ്ഞിട്ടുണ്ട്. പലതും പൊട്ടുന്നുണ്ട്, പലത് പൊട്ടി പഴുത്തിരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് സാധനം കാണിച്ചിട്ടുള്ളത്. എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇവര് ഇതിന്റെ ക്യാപ്ഷനായിട്ട് മുകളിൽ എഴുതിയിരിക്കുന്നത് തന്നെ ഗോഡ് ബ്ലെസ് യു മാമേ. അത് കൊള്ളാം, ഗോഡ് ബ്ലെസ് യു. നന്നായി വരട്ടെ. എന്തായാലും ലുക്ക് കണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു സുഖം തോന്നുന്നില്ല. നമുക്ക് ഫസ്റ്റ് ലുക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഫസ്റ്റ് ലുക്കും വളരെ മോശമായിട്ടാണ് ഫീൽ ചെയ്തത്. നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു സാധനം. അതേപോലെ തന്നെ ഇത് അതിനേക്കാളും ബെറ്റർ ആണ് ഇത്. ഫസ്റ്റ് ലുക്കിനെക്കാളും അടിപൊളിയായിട്ടുണ്ട്. കാരണം അതിനകത്ത് ഭയങ്കര ബോറായിരുന്നു, എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സംഭവം. അതില് 3 ലുക്കാണല്ലോ കൊടുത്തത്. അതായത് ഒരാളുടെ തന്നെ 3 വ്യത്യസ്ത ഭാവങ്ങളിലുള്ള സാധനം. അതിൽ ഒരു വിരല് ഉയർത്തി കാണിച്ചിട്ട് അത് ഭയങ്കര വിവാദമായിട്ടുണ്ടായിരുന്നു. കാരണം ആണല്ലോ, അത് വിവാദമാവുമല്ലോ. അത് എന്നിട്ട് ബ്ലറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് അത് വിവാദമായി. അപ്പോൾ അത് തന്നെയാണെന്നുള്ളത് വ്യക്തമായി. അപ്പോൾ ഇതിലത് മാറ്റിയിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അതെ, എന്തായാലും കയ്യിലൊരു ടാറ്റു ഒക്കെ ഉണ്ട്, ഡ്രാഗൺ. എന്താണെങ്കിലും ആദിക് രവിചന്ദ്രൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. പ്രതീക്ഷ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആളുടെ ഡയറക്ഷനിൽ വരുമ്പോൾ പ്രതീക്ഷയുണ്ട്. പക്ഷെ ഈ പോസ്റ്ററുകൾ കാണുമ്പോൾ നമുക്ക് അത്ര വലിയ ഒരു ഇൻട്രസ്റ്റ് വരുന്നില്ല, അതൊരു സത്യമാണ്. എന്തായാലും അടുത്തത് നമുക്ക് കങ്കുവ സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിരിക്കുകയാണ്. 10/10, അതായത് 10ാം മാസം 10ാം തീയതി 2024 സിനിമ റിലീസിനെത്തും. ഒക്ടോബർ 10ാം തീയതി സിനിമ റിലീസിനെത്താണ്. യെസ്. ഇനി പോസ്റ്ററിലേക്ക് വരാം. അതായത് മലയല്ല കേട്ടോ, മലയല്ല, ഇതൊരു കുന്നല്ല. അതെ, അത് തെറ്റിദ്ധരിക്കരുത്. ഒരു കുന്നുംപുറത്ത് ഒരു പാറപ്പുറത്ത് കയറിയിട്ട് വാള് ഉയർത്തി പിടിച്ച് നിൽക്കുന്ന കങ്കുവയല്ല ഈ കാണുന്നത്. അതെ, അതായത് ഇവര് പണ്ടത്തെ രാജാക്കന്മാര് വിജയം ആഘോഷിക്കുന്നത് ഇങ്ങനെയാണല്ലോ, ഒരു മലേന്റെ ഒക്കെ മുകളിൽ കയറിയിട്ട് വാള് ഉയർത്തി പിടിച്ചിട്ടായിരിക്കും. ഒരു ഉയർന്ന സ്ഥലത്തായിരിക്കും. അപ്പം അങ്ങനെ ഒരു ഉയർന്ന സ്ഥലമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഉയർന്ന പ്രദേശമാണ്, പക്ഷെ ഉണ്ടാക്കിയതാ. ഇങ്ങനെ വെട്ടിയിട്ടിട്ട് ഒരുപാട് എണ്ണത്തിനെ അരിഞ്ഞു വീഴ്ത്തി എന്നിട്ട് കൂട്ടിയിട്ടു. എന്നിട്ട് അതിന്റെ മുകളിൽ ചെറിയൊരു തീപ്പെട്ടിക്കൊള്ളി വരച്ചിട്ടു. എന്നിട്ട് കത്തിപ്പിടിച്ച് അതിന്റെ മുകളിൽ കയറിയിട്ടാണ് കങ്കുവയുടെ ഈ ആക്രോശം. ഇപ്പൊ അടുത്ത ചോദ്യം വരും, കങ്കുവ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കങ്കുവന്റെ സമയത്ത് തീപ്പെട്ടി എവിടുന്ന്? അത് ചോദ്യമല്ല, തമാശയിലെന്ന് ചോദ്യം. സാധാരണ അങ്ങനെയല്ലല്ലോ, കഥയിൽ ചോദ്യം ഇല്ലാന്നല്ലേ. അപ്പുറത്ത് പറയുന്നിട്ട് കല്ലുറയ്ക്കുണ്ടെന്ന് ഒരുത്തൻ. എന്താണെങ്കിലും കിടക്കണ കിടപ്പ് കണ്ട എളാപ്പാന്ന് ചോദിച്ചില്ലേ, അതേ അവസ്ഥയാണ്. വെട്ടിയിട്ട വായത്തണ്ട് പോലെയാണ്, മൊത്തം കൂട്ടിയിട്ടുണ്ട്. എന്താണെങ്കിലും കിടിലം പോസ്റ്ററാണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്ടോബറിലായിരിക്കും സിനിമ റിലീസിന് എത്തുന്നതെന്ന്. ഡേറ്റ് വന്നിട്ടില്ലായിരുന്നു. ഇന്നലെയാണ് ഒഫീഷ്യലി ആയിട്ട് അവർ പുറത്തുവിട്ടത്. എന്തായാലും ഇന്നലെ കൽക്കിയുടെ ആ ഒരു വൈബില് ഞങ്ങള് അതിലങ്ങ് മദ്യമറന്ന് ആസ്വദിക്കുകയായിരുന്നു. സത്യമായിട്ടും കണ്ണടച്ചാൽ കാണുന്നത് ചില മഹാഭാരത രംഗങ്ങളാണ്. കണ്ണ് വേറൊരു സത്യം. കണ്ണടച്ചിട്ടില്ലെങ്കിൽ ഇത് എന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ എന്താണ് എന്തിനെ കുറിച്ചാണ്? പേര് മറന്നു പോയല്ലോടാ. ഏതാടാ? കലാം സാറല്ലേ?
നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് അബ്ദുൽ കലാം. കലാം സാറ് പറഞ്ഞാണ് ഓർമ്മ വന്നത്, ഉറങ്ങുമ്പോ കാണുന്നതല്ല സ്വപ്നം, ഉണർന്നിരിക്കുമ്പോ കാണുന്ന സ്വപ്നം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. അങ്ങനെയല്ല, അതായത് നമ്മൾ ഉറങ്ങുമ്പോ കാണുന്നതല്ല സ്വപ്നം, ഉണർന്നിരിക്കുമ്പോ അല്ല, നമ്മൾ കാണുന്ന സ്വപ്നം കാരണം ഉറങ്ങാൻ പറ്റാത്തതാണ് സ്വപ്നം. അതാണല്ലേ പറഞ്ഞത്. എന്താണെങ്കിലും മൊത്തത്തിൽ തിരിഞ്ഞു തെറ്റിച്ച് ഏറ്റണതാണ്. എന്താണെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഉണർന്നിരിക്കുമ്പോ കാണുന്നത് അങ്ങനെ പറഞ്ഞ സാധനമാണ്. ഇന്നലെ ഉറങ്ങാൻ പറ്റിയില്ല, ഫുൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ഈ ആഗ്രഹിച്ചിരുന്ന കൽക്കിയുടെ ചില സംഭവങ്ങൾ കാണാൻ പറ്റി. അപ്പൊ ഇനി അങ്ങോട്ട് ഈ ആഗ്രഹിക്കണം അതിനേക്കാളും വലുത്. ഇതെങ്ങനെയായിരിക്കും, ഇതിനി എങ്ങനെയായിരിക്കും, ഇതിനകത്ത് ആരൊക്കെ വരാനുണ്ട്, അങ്ങനത്തെ സാധനങ്ങളാണ് ഇന്നലെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അതെന്റെ സ്വപ്നമാണ്. ഇനി അങ്ങോട്ട് ആ യൂണിവേഴ്സിൽ ഇനി വരാൻ പോകുന്ന സിനിമകളൊക്കെ ഒരാളുടെ സ്വപ്നമായി മാറുമ്പോൾ നമുക്ക് ഉറക്കം നഷ്ടപ്പെടും. അതാണ് നമ്മുടെ അബ്ദുൽ കലാം പറഞ്ഞത്. ഓക്കെ, എന്തായാലും സൂര്യയുടെ കാര്യമാണല്ലോ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യ ഇനി വരും ഭാവിയിൽ കൽക്കിയിൽ ഏതെങ്കിലും യൂണിവേഴ്സിൽ ആരെങ്കിലും ആയിട്ട് വന്നാൽ എങ്ങനെയിരിക്കും? പൊളികൂലേ? വരാൻ ചാൻസ് ഉണ്ട്. കലിയുഗാണല്ലോ, കങ്കുവിന്റെ കാലവും കലിയുഗം തന്നെ. സൂര്യൻ വന്നാലുണ്ടാവും അല്ലേ, കങ്കുവായിട്ട് തന്നെ വരുമോ ചിലപ്പോ. ഇനി കലിയുഗമാണല്ലോ. തമാശയില് ചോദ്യം എന്നതൊക്കെ ഞാൻ പറഞ്ഞു, അത്രക്ക് ഞാൻ ഏതറ്റം വരെ പോകും. ഓക്കെ, എന്തായാലും സൂര്യ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എത്ര പേര്, സൂര്യ, വിക്രം, ഹൃതിക് റോഷൻ, അമീർ ഖാൻ, അടുത്ത ഏതൊക്കെ എങ്ങനെയൊക്കെ അടുത്ത പാർട്ടില് ഹൃതിക് റോഷൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. അത് നല്ലൊരു വരവ് തന്നെ ആയിരിക്കും. എത്ര പേര് ഇനി അതിനകത്ത് കാസ്റ്റ് ചെയ്യാനുണ്ട്, അതാ ഞാൻ ആലോചിച്ചു. എന്റെ അമ്മോ, ഒരു ഭീകര സാധനം തന്നെ കേട്ടോ അങ്ങനെ ഉണ്ടാക്കി വെച്ചത്. ഓക്കെ, എന്തായാലും അടുത്ത പോസ്റ്റർ ഇതാണ്. രായൻ നമ്മുടെ ധനുഷ് സംവിധാനം ചെയ്ത് പുറത്തു വരുന്ന സിനിമയാണ്. കലാനിധി മാരനാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് സൺ പിക്ചേഴ്സ്. സിനിമയുടെ റിലീസ് ഡേറ്റ് ആൾറെഡി വന്നതായിരുന്നു, 7 മാസം 26 അതായത് നെക്സ്റ്റ് മന്ത് ജൂലൈ. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം ഇതിപ്പോൾ പുതിയ പോസ്റ്ററുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വേറെ വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പം ഇന്നലെ വന്ന പോസ്റ്ററാണിത്. ഒരു ഫാമിലി, നീല ബക്കറ്റ്, അരിയുള്ളൊരു പാത്രമുണ്ട്, പച്ച ബക്കറ്റ്, കാളിദാസിന്റെ അത് പോയല്ലോ. അവിടെ നീല ബക്കറ്റ് ഉണ്ടായെന്ന് നീ പറഞ്ഞു. അതാണ് ആദ്യം പാടിയത്. ഇവിടെ വെള്ളീന്റെ, പക്ഷേ ഇവിടെ അലുമിനിയം ബക്കറ്റ് ഉണ്ട്. അലുമിനിയം ബക്കറ്റ് ഇപ്പൊ എന്റെ കയ്യിലുണ്ടല്ലോ. എന്തായാലും കാളിദാസ് ജയറാം, ധനുഷ്, പെൺകുട്ടിയുടെ പേര് മറന്നുപോയി, സോറി. അങ്ങനെ സംഭവിക്കാറില്ലാത്താണല്ലോ. എന്റെ ആ കോഴിത്തരം എന്നുള്ള ആ ഒരു പേരുണ്ടല്ലോ, ഒരു കോഴി എന്നുള്ള പേര്, ആ പേര് അത് മാറ്റാൻ ശ്രമിക്കണം. അറിയാത്തതുപോലെ അഭിനയിക്കുകയാണ്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇനി ഞാൻ ഒരു കാര്യം വേണ്ടേ, നീ ഇനി എത്ര മാറ്റാൻ ശ്രമിച്ചാലും അത് മാറാൻ പോകുന്നില്ല. അതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ. ഇനി അഭിനയിക്കുന്നുണ്ടോ? പേര് പറഞ്ഞു, പേരറിയില്ലേ? ശരിക്കും അറിയില്ല. അതിന് ഞാൻ തമാശയിൽ ചോദ്യമില്ല. ഓക്കെ, എന്തായാലും പിന്നെ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ധനുഷ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഇതിന്റെ മ്യൂസിക് ഒരുക്കുന്നത് AR റഹ്മാനാണ്. എന്താണെങ്കിലും ഒരു അടാറ് ഐറ്റം തന്നെയായിരിക്കും രായൻ എന്നാണ് തോന്നുന്നത്. അപ്പൊ അടുത്ത മാസത്തിന് 2 സാധനമായിട്ടോ, അടുത്ത മാസം ഇന്ത്യൻ 2 പിന്നെ രായൻ. ഇനി അതിന്റെ ഇടയ്ക്കും മലയാള സിനിമകൾ ഒരുപാട് റിലീസിന്റെ ഡേറ്റുകളൊക്കെ ഇങ്ങനെ തീരുമാനിച്ചു വരുന്നുണ്ട്. ഏതൊക്കെ വരും എന്നുള്ളത് അറിഞ്ഞുകൂടാ, വരട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത മാസം അടുത്ത ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം. അപ്പൊ എന്തായാലും പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. കലിക്കായിട്ട് സൂര്യ അങ്ങനെ ഉണ്ടാവും. ലോണ് പോരാ, നമുക്ക് ആധാരം വെക്കാം, കൊണ്ടുപോയി വിൽക്കും. ഞാൻ നിന്നടക്കം ഞാൻ വിൽക്കുമോ? അല്ല സോറി, നിന്നെ വിൽക്കൂല, കാരണം വില കിട്ടുന്നതേ ഞാൻ വിൽക്കുള്ളൂ. ഒരു മിനിറ്റ്